എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാലയുടെയും കോകിലയുടെയും ഒരു പഴയകാല ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വലിയ ചർച്ചയായിരുന്നു. ബാലയ്ക്കും മുൻ ഭാര്യ അമൃത സുരേഷിനും ഒപ്പം കോകില നിൽക്കുന്നതാണ് ഫോട്ടോ. ഫോട്ടോയിൽ വളരെ കുഞ്ഞാണ് കോകില. ഇത് മോർഫ് ചെയ്തതാണെന്നും അല്ലെന്നുമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ ഫോട്ടോ പുറത്തുവിട്ടവർക്കെതിരെ ആഞ്ഞടിച്ച് ബാല രംഗത്തെത്തി. തന്റെ പണം ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം തന്നെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കോകിലയെ ബോധപൂർവ്വം വേദനിപ്പിച്ച് തന്നെ തളർത്താൻ ചിലർ ശ്രമിക്കുകയാണെന്നും ബാല ആരോപിച്ചു. ഇപ്പോഴിതാ വിവാദത്തിൽ കൂടുതൽ പ്രതികരിക്കുകയാണ് ബാല. പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ബാല പറഞ്ഞതിങ്ങനെ പുറത്തുവന്ന ഫോട്ടോ യഥാർത്ഥത്തിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കോകില അവളുടെ സ്നേഹം എന്നെ അറിയിച്ചപ്പോഴാണ് ഈ ഫോട്ടോയും അയക്കുന്നത്. എന്റെ ഫോണിൽ നിന്നും എങ്ങനെ ആ ഫോട്ടോ പോയി എന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആരുടെ കയ്യിലായിരുന്നു എന്റെ ഫോൺ? അതെനിക്ക് അറിയാം. എന്റെ സംസ്കാരം കാരണം ഞാൻ അത് പറയുന്നില്ല. യഥാർത്ഥത്തിൽ കോകില എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ്. അപ്പോൾ എന്നെ നോക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്റെ അമ്മയെ പോലെയാണ് എന്നെ കോകില നോക്കിയത്. ഞാൻ ദ്രോഹിയല്ല. ഞാൻ തുറന്ന് സംസാരിച്ചാൽ പലരുടെയും ജീവിതം നഷ്ടമാകും. ഞാൻ വിവാഹം കഴിക്കാമെന്ന് കോകിലയോട് പറയുകയായിരുന്നില്ല. ജ്വല്ലറി കടകൾ എല്ലാം അടച്ചിരുന്ന ഒരു ദിവസം ഒരു ഷോപ്പ് ഞാൻ പോയി തോൽപ്പിച്ചു. ഒരു താലിയും മാലയും വാങ്ങി, 2 കമ്മലും. നേരെ പോയി ഇവളുടെ കഴുത്തിൽ ആ താലി കെട്ടി. സാക്ഷിയായി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉണ്ടായിരുന്നു. 6 മാസത്തിനു ശേഷമാണ് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചത്. താലി കെട്ടിയത് മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണ്. ചെറിയ വയസ്സ് മുതൽ തന്നെ എന്നെ ഭർത്താവായി കണ്ട് ജീവിച്ചവളാണ് കോകില. എന്നെ ആളുകൾ പിന്തുടർന്ന് ഉപയോഗിക്കുന്നത് പണത്തിനു വേണ്ടിയാണ്. വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. കോകിലയുമായുള്ള വിവാഹത്തിന് ശേഷം ഇത് കൂടി. കാരണം സ്വത്ത് പോകുമല്ലോ, ബാല ആരോപിച്ചു. അപ്പോൾ ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാലയും കോകിലയും മുൻപേ വിവാഹിതരായി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.